ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇവിടുന്ന് ക്രിസ്മസിൻ്റെ ഫസ്റ്റ് ക്രാഫ്റ്റിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ കാർഡ്ബോർഡ് എടുക്കുക, കട്ടിയുള്ളതോ കട്ടിയില്ലാത്തതോ എടുക്കാം. എന്നിട്ട് ഒരു മിറർ എടുക്കുക, പൊട്ടിയത് എടുക്കുക, പൊട്ടാത്തത് എടുക്കാം. ചെതറിപ്പോയൊന്നും എടുക്കരുത് കേട്ടോ. പൊട്ടിയെടുക്കുമ്പോൾ ഇവിടെ സൂക്ഷിക്കണം, കൈയൊന്നും മുറിയരുത്. ഇത് പിന്നെ ഇത്തിരി സൈഡിലൊക്കെയാണ് പൊട്ടിയത്. ഇനി നമ്മൾ ഒരു കാർഡ്ബോർഡ് എടുക്കാം. കാർഡ്ബോർഡ് എടുത്തത് ഏകദേശം എടുക്കാം കേട്ടോ. എൻ്റെ പിന്നെ ഞാൻ സ്ലൈം കൊണ്ട് ഇങ്ങനെ പരത്തി കളിച്ചപ്പോൾ പേപ്പറിൽ ഒട്ടിപ്പിടിച്ചതാണ്. അതാണ് ഇങ്ങനത്തെ കോലം. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത്തിരി പാളിയുണ്ട്. എന്നിട്ട് എന്ത് സംഭവം വെച്ചാൽ ഈ മിററിൻ്റെ ഷേപ്പിലെ അളവിനനുസരിച്ച് എടുക്കണം. മിറർ വലുതാണോ ചെറുതാണോ നമുക്ക് അറിയാം. അപ്പം അത് അനുസരിച്ചുള്ള എടുക്കണം. ഞാൻ എടുത്ത് ഇത്തിരി ടച്ചായിപ്പോയി. അപ്പോൾ ഞാനത് എല്ലാം കൂടി കൂട്ടി ഒട്ടിച്ചതാണ്. ഈ മിറർ അല്ല ആ കാർഡ്ബോർഡിൻ്റെ സൈഡത്തെ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ ഷേപ്പിൽ പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് ആ മിറർ എടുത്തിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് നേരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനുശേഷം നമ്മൾക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത്തിരി പന്നിയില്ലേ എടുത്തിട്ട് ഇവിടെ രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു ബോ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഇതിന് കോട്ടൺ ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്കറോട്ട് ഇങ്ങനെ ഇതിൻ്റെ നമ്മളെ മിററിൻ്റെ സൈഡിൽ ഫുള്ളും ഞാനൊരു ഇതാക്കി കൊടുക്കാം. അല്ല പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് പെയിൻറ്റ് ഫുള്ളും മിററിലേക്ക് തൂത്തത്. പിന്നെ അതൊക്കെ തുടച്ച് മാറ്റി കയ്യിലൊക്കെ മിററായി, കയ്യിലൊക്കെ പെയിൻറ്റായി. പിന്നെ അവിടെ ക്രിസ്മസ് ട്രീ ആണ് ചെയ്ത് കൊടുത്തത്. ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് വേണം ബാക്കി പണികൾക്ക് പോകാൻ. എന്തും ഞാൻ പെയിൻ്റ് എടുത്താൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, അത് ഉറപ്പാണ്. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കില്ല. ഈ പശയുടെ മൂടിയൊക്കെ എവിടേക്കൊക്കെ പോയി കിടക്കുക. ഒക്കെ പിന്നെ ഇത് ഇത്തിരി ഗോളടിച്ചിട്ടുണ്ട്. ഇത്തിരി പെട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. പെട്ടികൾ പിന്നെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറേ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് ക്രിസ്മസ് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് അടുക്കി പറഞ്ഞ് വെക്കണം, ക്രിസ്മസ് വരെയല്ലേ. എന്നിട്ട് അടുത്ത ഇത്തിരി ഡോട്ട്സൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല ഇതിപ്പോൾ എണ്ണ വേറൊന്നുമല്ല, ഒട്ടിച്ച് ഇത്തിരി കടുപ്പം വെച്ചിപ്പോയി. അപ്പോൾ പിന്നെയും പോയി ഒട്ടിച്ചതാണ്. പിന്നെ ഇത്തിരി ഡോട്ട്സ്, പിന്നെ ക്രിസ്മസ് ട്രീക്ക് സ്റ്റാർ, ഇതൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് എടുക്കാത്ത വേറൊന്നുമല്ല, എടുത്ത് കഴിഞ്ഞാൽ എല്ലാം കോളാവും. ഇത് ഡോട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതേപോലെ എൻ്റെ പോലെ എല്ലാം പൊള്ളി വരും. ഞാൻ പിന്നെ ഒട്ടിച്ചതാണ്. എന്നിട്ട് നമുക്ക് ഇത്തിരി നേരം ഉണക്കാൻ വെച്ചിട്ട് വേണം എല്ലാം നമ്മൾ ചെയ്യാൻ. ഇതാണ് നമ്മളുടെ മിററിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.